Dear children, last class we discussed about the structure, parts and function of eye. Then how iris and pupil regulate the amount of light falling on the eyes. Next, formation of image. Then how we can see nearby and distant objects clearly with the help of ciliary muscles, lens and ligaments. Next, retina and the photoreceptors. Then sense of sight. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞത് അല്ലേ. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഐ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിസീസസ് ഒന്ന് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഗ്ലൂക്കോമ, കാറ്ററാക്ട്, കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത്രയും ഡിസീസസിനെ കുറിച്ചാണ് ഈ ഐയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ്, 2 types ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഐയിലുണ്ട്, റെറ്റിനയിലുണ്ട് എന്ന് പഠിച്ചു അല്ലേ. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. ഈ റിസപ്റ്റേഴ്സിലുള്ള പിഗ്മെൻറ്റ്സ് ആണ് റോഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ. ഈ രണ്ട് പിഗ്മെൻറ്റ്സും ഫോം ചെയ്യുന്നത് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഈ പിഗ്മെൻറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൽ റെറ്റിനാൽ ഈസ് എ ഡെറൈവേറ്റീവ് ഓഫ് എന്താണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എയിൽ നിന്നാണ് റെറ്റിനാൽ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന റെറ്റിനാലിൻ്റെ പ്രൊഡക്ഷൻ കുറയും. റെറ്റിനാലിൻ്റെ ഫോർമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റോഡോപ്സിൻ്റെ റീസിന്തസിസ് അത് തടയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഡിം ലൈറ്റിൽ ഉള്ള വിഷൻ നമുക്ക് ശരിക്ക് സാധ്യമാവില്ല. ഈ ഒരു ഡിസീസിനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? The deficiency of vitamin A results in the low production of retinal. This in turn prevents the resynthesis of rhodopsin. In this condition, objects cannot be seen clearly in dim light and this disease is called night blindness. Okay? Next disease is xerophthalmia. Like night blindness, xerophthalmia is also caused by vitamin A deficiency. ഓക്കെ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം തന്നെയാണ് ഏത് ഡിസീസും ഉണ്ടാവുന്നത്? xerophthalmia ഉണ്ടാവുന്നത്. ദിസ് റിസൾട്ട്സ് ദ കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പാക്ക്. അതായത് ഇവിടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കൺജങ്ക്റ്റൈവയും കോർണിയയും ഡ്രൈയും ഒപ്പാക്കും ആയി മാറും. ഈ ഒരു ഡിസീസിനാണ് xerophthalmia എന്ന് പറയുന്നത്. ദിസ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. അത് ബ്ലൈൻഡ്നെസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? The deficiency of vitamin A results the conjunctiva and cornea become dry and opaque. This disease is called xerophthalmia. This leads ultimately to blindness. Okay, next disease, color blindness. It is due to the defect of corn cells. All of you know about corn cells alle. Corn cells can detect colors, red, green and blue colors. Okay, due to the defect of corn cells cannot distinguish green and red colors. This condition is called color blindness. Okay, അപ്പോൾ അതായത് കോൺ സെൽസാണ് നമുക്ക് കളർ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ആ കോൺ സെൽസ്
വല്ല കോൺസൽസിന് വല്ല ഡിഫക്റ്റും സംഭവിച്ചു കഴിഞ്ഞാൽ കളേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്ത ആ ഒരു ഡിഫക്റ്റിനാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 29 കളർ ബ്ലൈൻഡ്നെസ്സിൽ ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Can you guess why persons with color blindness are not selected for military or for jobs like that of a driver, pilot, etc.? മനസ്സിലായോ എന്താണെന്ന്? അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള പേഴ്സൺസിനെ മിലിറ്ററിയിലും അതുപോലെ ഡ്രൈവർ ജോലി, പൈലറ്റ് ഇതായിട്ടൊന്നും സെലക്ട് ചെയ്യാറില്ല എന്ന്. എന്തായിരിക്കാം ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെ ഇങ്ങനത്തെ ഒരു ജോബിലൊന്നും സെലക്ട് ചെയ്യാത്തത്? നമ്മൾ പറഞ്ഞു അതായത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ, റെഡ് കളേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ? കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരിൽ അവരിലെ കോൺസൽസിൻ്റെ ആ തകരാറ് മൂലം ഈ 2 കളേഴ്സും അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കറിയാം ഗ്രീൻ, റെഡ് ലൈറ്റ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര അപകടങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ ജോബ് ലൈക്ക് ഡ്രൈവർ, പൈലറ്റ് ഇവരിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ, അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകളെ ഒരിക്കലും ഡ്രൈവറായിട്ടോ പൈലറ്റായിട്ടോ മിലിറ്ററിയിലോ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? അവർക്ക് റെഡ്, ഗ്രീൻ സിഗ്നൽ ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. നെക്സ്റ്റ് ഐ ഡിസീസ് ഗ്ലോക്കോമ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്വസ് ഹ്യൂമറിനെ പറ്റിയും വിട്രിയസ് ഹ്യൂമറിനെ പറ്റിയും പഠിച്ചിരുന്നു അല്ലേ? അക്വസ് ഹ്യൂമർ ഈസ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേംബർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ ഈസ് ഫിൽഡ് ഇൻ ദ വിട്രിയസ് ചേംബർ അല്ലേ? അക്വസ് ചേംബർ സീൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്. കോർണിയയുടെ ലെൻസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ചേംബറാണ് അക്വസ് ചേംബർ. അതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. ഈ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ബ്ലഡിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. ബ്ലഡിൽ തന്നെ റീഅബ്സോർബ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ തടസ്സപ്പെടുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഐയിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യണത് റെറ്റിനയിലും ഫോട്ടോ റിസപ്റ്റേഴ്സൊക്കെ ഡാമേജ് വരുന്നതിന് കാരണമാവും. റെറ്റിനയെയും ഫോട്ടോ റിസപ്റ്റേഴ്സിനെയൊക്കെ പലതരത്തിൽ അത് ഡാമേജ് വരുത്തും. ഈ ഒരു ഡിഫക്റ്റിനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഗ്ലോക്കോമ? If the reabsorption of aqueous humor does not occur, it causes an increase in the pressure inside the eyes. This causes damage to the retina and the photoreceptor cells and ultimately leads to blindness. This defect is called glaucoma. മനസ്സിലായല്ലോ? ഇനി ഗ്ലോക്കോമ പരിഹരിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതൊരു ലേസർ സർജറിയിലൂടെ ഗ്ലോക്കോമ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡിസീസ് കാറ്ററാക്റ്റ്. തിമിരം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന് തന്നെയാണ് കാറ്ററാക്റ്റ് എന്ന് പറയുക കേട്ടോ. അതായത് നമ്മുടെ ലെൻസ് ഒപ്പാക്ക് ആവുന്ന അവസ്ഥയ്ക്കാണ് കാറ്ററാക്റ്റ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ഇത് ബ്ലൈൻഡ്നെസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇനി ഈ കാറ്ററാക്റ്റ് റെക്ടിഫൈ ചെയ്യുന്നത് റീപ്ലേസിങ് ദ ലെൻസ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ വൺ. അതായത് നമ്മുടെ ലെൻസ്, കാറ്ററാക്റ്റ് ബാധിച്ച ലെൻസ് റീപ്ലേസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ച് കാറ്ററാക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ വിച്ച് ദ ലെൻസ് ഓഫ് ദ ഐസ് ബിക്കം ഒപ്പാക്ക് and it resulting in blindness. It can be rectified by replacing the lens with an artificial one. എങ്ങനെയാണ്? ത്രൂ സർജറിയിലൂടെ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഡിസീസ് കൺജങ്ക്റ്റിവൈറ്റിസ്. കൺജങ്ക്റ്റിവൈറ്റിസ് ഈസ് ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ കൺജങ്ക്റ്റൈവയ്ക്ക്
ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ഡിസീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നറിയോ? ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്റ്റ് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. കോണ്ടാക്റ്റിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് പ്രിവെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? പേഴ്സണൽ ഹൈജീനിലൂടെ, അതായത് വ്യക്തി ശുചിത്വത്തിലൂടെ നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് ചെങ്കണ്ണ് കേട്ടിട്ടില്ലേ, അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? കൺജങ്ക്റ്റിവൈറ്റിസ് ഈസ് ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റൈവ. മനസ്സിലായല്ലോ? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. അതായത് നമ്മുടെ കണ്ണിനെ എങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് അല്ലേ? ഒന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ വൈറ്റമിൻ എക്ക് ഒരു വലിയ റോൾ തന്നെ ഉണ്ട് ഐയുടെ ഹെൽത്തിന് ഇല്ലേ? അപ്പോൾ വൈറ്റമിൻ എ റിച്ച് ഫുഡ്സ് നമ്മൾ ധാരാളം കഴിക്കുക. ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും പാല്, ഇതിലൊക്കെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വൈറ്റമിൻ എ റിച്ച് ഫുഡ് മെറ്റീരിയൽസ് ധാരാളം കഴിക്കുക. അത് ഐയുടെ ഹെൽത്തിന്, ഐക്ക് നല്ല ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിലൂടെ സാധിക്കും. പിന്നെ എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഇതും കണ്ണിൻ്റെ ഹെൽത്തിനെ അത് ദോഷകരമായി ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവയുടെയൊക്കെ യൂസ് മാക്സിമം കുറയ്ക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഐയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഒരു കണ്ണ് ഇല്ലെങ്കിൽ നമുക്കൊന്നും അന്ധതയാണ്, നമുക്കൊന്നും കാണാനോ ഒന്നിനും സാധിക്കില്ല അല്ലേ? അപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കാഴ്ച കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും മഹത്തായ ഒരു കാര്യമാണ് അല്ലേ? ഐ ഡൊണേഷൻ ഇസ് എ ലൈഫ് ഡൊണേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഐ ഡൊണേറ്റ് ചെയ്യുമ്പോൾ, ഐ ഡൊണേഷൻ ജീവിച്ചിരിക്കുകയെ ചെയ്യാൻ പറ്റുമോ? അതായത് മരണശേഷമാണ് ഐ എന്ത് ചെയ്യുക? ഡൊണേറ്റ് ചെയ്യുക. ഐ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഐ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരാളിലേക്ക് മാറ്റി വയ്ക്കുകയല്ല ചെയ്യണത്. ആ കണ്ണിൻ്റെ കോർണിയയാണ് എന്ത് ചെയ്യുന്നത്? മാറ്റി വയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഐ ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ് ഡൊണേഷൻ. ഈ ഓൺലൈൻ പഠനം, ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ മൊബൈലോ കമ്പ്യൂട്ടറോ ഇല്ലാതെ ഇപ്പോൾ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അല്ലേ? ഇപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പഠനം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷേ നമുക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പരിപാടിയായിട്ട് ഇരിക്കാണ്ട്, അതായത് ഗെയിം കളിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാതെ ടൈം മാക്സിമം കുറയ്ക്കുക. അത് കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലത്. ഇതിൻ്റെയൊക്കെ എക്സസീവ് യൂസ് നല്ലതല്ല. ഓക്കെ? അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? അപ്പോൾ ഐ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെൻസ് ഓർഗൻ ഇയർ. അപ്പോൾ പേജ് നമ്പർ 30 ഫിഗർ 2.8 സ്ട്രക്ചർ ഓഫ് ഇയർ ഒന്ന് ശ്രദ്ധിക്കും എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇയറിൻ്റെ ഭാഗങ്ങളെ, ഇയറിൻ്റെ പാർട്സുകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. അപ്പോൾ ഇയറിൻ്റെ ഭാഗങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. ഫസ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ഇയർ, ആ എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പേജ് നമ്പർ 31 ഫിഗർ 2.9 എക്സ്റ്റേണൽ ഇയർ ആൻഡ് ഇറ്റ്സ് പാർട്സ് എന്ന് പറഞ്ഞ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പിന്ന, ദെൻ ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. ഈ 3 ഭാഗങ്ങളുമാണ് എക്സ്റ്റേണൽ ഇയറിൽ വരുന്നത്. പിന്ന, ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. പിന്ന ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദ ഓഡിറ്ററി കനാൽ. എന്താണെന്ന് മനസ്സിലായോ? പിന്നെയാണ് സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാലിലേക്ക് കടത്തിവിടുന്നത്.
ഓഡിറ്ററി കനാൽ ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദ ടിംപാനം. ടിംപാനത്തിലേക്ക് സൗണ്ട് വേവ്സിനെ കടത്തിവിടുന്നത് ഓഡിറ്ററി കനാലാണ്. ഈ ഓഡിറ്ററി കനാലിൽ സ്മോൾ ഹെയേഴ്സ് ആൻഡ് വാക്സ് പ്രസൻറ്റ്. മനസ്സിലായോ? സ്മോൾ ഹെയേഴ്സും വാക്സും ഒക്കെ ഈ ഓഡിറ്ററി കനാലിൽ കാണപ്പെടും. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്നറിയോ? ടു പ്രിവെൻറ്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഇയർ. ഇയറിൻ്റെ അകത്തേക്ക് ഫോറിൻ പാർട്ടിക്കിൾസ് അതുപോലെ ഡസ്റ്റൊക്കെ എൻട്രി ചെയ്യണത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്സിൻ്റെയും സ്മോൾ ഹെയേഴ്സിൻ്റെയും ഒക്കെ ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ടിംപാനം. ടിംപാനം സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിന് മിഡിൽ ഇയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിൻ സർക്കുലർ മെംബ്രെയിനാണ് ടിംപാനം എന്ന് പറയുന്നത്. ഈ സൗണ്ട് വേവ്സ് ടിംപാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ സൗണ്ട് വേവ്സിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ടിംപാനത്തിനുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ടിംപാനം ഈസ് എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്സ്. അപ്പോൾ ദീസ് ആർ ദ പാർട്സ് ഇൻ എക്സ്റ്റേണൽ ഇയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വിക്ടേഴ്സിൽ ക്ലാസ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇതുവരെ മതി. നെക്സ്റ്റ് നമുക്കതിൽ നോട്ട് എഴുതേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഐ ഡിസീസസ് എഴുതുമ്പോൾ ടേബിളായിട്ട് എഴുതുക. 3 കോളം വരിക. ഫസ്റ്റ് കോളത്തിൽ ഡിസീസ്, സെക്കൻഡ് കോളത്തിൽ കോസസ്, തേർഡ് കോളത്തിൽ റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായല്ലോ? അതിലെ കളർ ബ്ലൈൻഡ്നെസ് മാത്രമാണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. കാരണം കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് കോൺസെൽസിൻ്റെ ഡിഫക്റ്റ് കൊണ്ടല്ലേ. ഈ കോൺസെൽസിന് ഡിഫക്റ്റ് വരുന്നതൊരു ജനറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ജനറ്റിക് ആയതുകൊണ്ട് തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. ബാക്കി എല്ലാ ഡിസീസസും എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതുക എല്ലാവരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഇയറിൻ്റെ സ്ട്രക്ചർ പേജ് നമ്പർ 30 ഫിഗർ 2.8 സ്ട്രക്ചർ ഓഫ് ഇയർ വരച്ച് ലാബൽ ചെയ്യുക. പേജ് നമ്പർ 31 ഇൻഡിക്കേറ്റേഴ്സ്, ഫങ്ഷൻ ഓഫ് പിന്ന, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഓഡിറ്ററി കനാൽ. ഇത്രയാണ് നോട്ടിലേക്ക് എഴുതേണ്ടത് ഇപ്പോൾ എടുത്ത ക്ലാസ്സിൽ. ഓക്കെ.